നമസ്കാരം. ഇന്ത്യയുമായി അമേരിക്ക വ്യാപാര രംഗത്ത് ഉടക്കി നിൽക്കവേ അമേരിക്കൻ മണ്ണിലെത്തി ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ അസിം മുനീർ. തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിടുകയാണെങ്കിൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ല എന്നാണ് അസിം മുനീർ പറയുന്നത്. ഫ്ലോറിഡയിൽ നടന്ന അത്താഴ വിരുന്നിൽ സംസാരിക്കവെയാണ് അസിം മുനീറിന്റെ ഈ ഒരു പ്രതികരണം. യുഎസുമായി പുതിയ ബന്ധം സ്ഥാപിച്ചതിന് പിന്നാലെയാണ് അസീം മുനീറിന്റെ പ്രകോപനപരമായ ഈ ഒരു വാക്കുകൾ. പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണ്. പാകിസ്ഥാൻ തകർന്നാൽ ലോകത്തിന്റെ പകുതിയും ഒപ്പം തകർക്കും. ഇന്ത്യ സിന്ധു നദിയിൽ അണക്കെട്ട് പണിതാൽ പൂർത്തിയായ ഉടൻ മിസൈൽ അയച്ച് തകർക്കും. സിന്ധു നദി ഇന്ത്യക്കാരുടെ സ്വന്തമല്ല എന്നും അസീം മുനീർ പറയുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡിന്റെ സ്ഥാനമൊഴിയുന്ന കമാൻഡർ ജനറൽ മൈക്കൽ കുറില്ലയുടെ വിരമിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അസീം മുനീർ യുഎസിൽ എത്തിയത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവ യുദ്ധ ഭീഷണി ഇല്ലാതാക്കിയത് താനാണെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ അവകാശവാദങ്ങൾക്കിടെയാണ് അസീം മുനീർ വാവിട്ട വാക്കുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമല്ല, കശ്മീർ പാകിസ്ഥാന്റെ ജീവനാഡിയാണെന്നും അസീം മുനീർ പറയുകയാണ്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയുണ്ട് എന്നും ഇന്ത്യ അണക്കെട്ട് കെട്ടിയാൽ അത് മിസൈൽ ഉപയോഗിച്ച് തകർത്ത് കളയുമെന്നുമൊക്കെ പറയുകയാണ് അസീം മുനീർ. പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയാണ്. അതിനാൽ തന്നെ രാജ്യം അപകടത്തിലായാൽ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുണ്ട്. ഇന്ത്യ ഒരു അണക്കെട്ട് പണിതാൽ തങ്ങൾ അത് 10 മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുമെന്നാണ് പ്രകോപനപരമായ വാക്കുകളുമായി അസീം മുനീർ രംഗത്ത് വന്നത്. പാകിസ്ഥാന്റെ കയ്യിൽ മിസൈലുകൾക്ക് ഒരു കുറവുമില്ല എന്നും ഇദ്ദേഹം പറയുകയാണ്. ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകണമെന്നും മുനീർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതിനു മുൻപും ഇദ്ദേഹം ട്രംപിനെ പ്രശംസിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങളൊരു ആണവ രാഷ്ട്രമാണ്, തങ്ങൾക്ക് നാശം വരുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതിയും തങ്ങൾ തകർക്കും എന്നായിരുന്നു അസീം മുനീറിന്റെ വാക്കുകൾ. അടുത്തിടെ അസീം മുനീർ നടത്തുന്ന രണ്ടാമത്തെ യുഎസ് സന്ദർശനമാണ് ഇത്. ജനറൽ ഡാൻ കെയ്ൻ, അഡ്മിറൽ ബ്രാഡ് കൂപ്പർ എന്നിവരെയും അസീം മുനീർ കണ്ടു. ഈ കൂടിക്കാഴ്ചകളിൽ പാകിസ്ഥാൻ യുഎസ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയെ ഒരു ആഡംബര മെഴ്സിഡസ് കാറായും പാകിസ്ഥാനെ ചരക്ക് നിറച്ച ഒരു ഡംപ് ട്രക്കായും ഉപമിച്ചുകൊണ്ടാണ് അസീം മുനീർ ഭീഷണി മുഴക്കിയത്. ട്രക്ക് കാറിലിടിച്ചാൽ ആർക്കാണ് നഷ്ടം സംഭവിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങളെക്കുറിച്ച് പരോക്ഷമായ സൂചനകൾ നൽകുകയായിരുന്നു അസീം മുനീർ. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറിന്റെ പേരിൽ അകലുമ്പോഴാണ് അസീം മുനീർ ഇത്തരത്തിൽ ഭീഷണിയുമായി രംഗത്ത് വരുന്നത്. അമേരിക്കൻ മണ്ണിൽ നിന്ന് പാകിസ്ഥാൻ സൈനിക മേധാവി നടത്തിയ ഭീഷണി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ്. മുനീറിന്റെ പ്രസ്താവനകൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട്. ഈ പ്രസ്താവനകളെക്കുറിച്ച് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സാധാരണ അസീം മുനീർ എപ്പോഴൊക്കെ ഇത്തരത്തിൽ പ്രകോപനപരമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതായത് പഹൽഗാം ആക്രമണത്തിന് മുൻപ് പോലും അസീം മുനീർ ഇത്തരത്തിൽ പ്രകോപനപരമായ വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ലഷ്കർ എ തോയ്ബ അടക്കമുള്ളവർ രംഗത്ത് വന്ന പഹൽഗാമില് 26 ജീവനുകളെ തുടച്ചു നീക്കിയത്. എന്തായാലും അസീം മുനീറിന്റെ ഈ ഒരു വാക്കുകൾക്ക് ഇന്ത്യ ഉടനടി തന്നെ ശക്തിയുക്തമായ മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാക്കുകൊണ്ടോ ആയുധം കൊണ്ടോ അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.